Hello and welcome back. Today I have come with a very important message for all of you. It's to submit an anti-ragging affidavit. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. On behalf of Sri Narayana Guru Open University, it's my humble request to all our learners to submit this affidavit as soon as possible. All of you know എന്താണ് റാഗിങ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. റാഗിങ് ഈസ് എ ഹാംഫുൾ പ്രാക്ടീസ്. പല ക്യാമ്പസുകളിൽ നടന്ന ദാരുണമായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്, അല്ലേ? സോ ഓൾ ഓഫ് us നോ റാഗിങ് ഈസ് എ ഹാംഫുൾ പ്രാക്ടീസ്. ക്യാമ്പസുകളിൽ ദാരുണമായ സംഭവം നടന്നു കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നതും അപലപിക്കുന്നതിനും ഉപരി നടക്കുന്നതിന് മുമ്പ് ചില മെഷേഴ്സ്, പ്രിവെൻഷൻസ് എടുക്കുന്നതാണ് നല്ലത്, അല്ലേ? അതുകൊണ്ടാണ് UGC ഇത് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. UGC ഹാഡ് മെയ്ഡ് ദിസ് ആൻറ്റി-റാഗിംഗ് അഫിഡവിറ്റ് മാൻഡേറ്ററി ഫോർ ഓൾ ഇറ്റ്സ് ലേണേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് UGC കമ്പൽസറി ആക്കിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു സബ്മിഷൻ? ഇറ്റ് ഈസ് ടു എൻഷ്യൂർ എ സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ എൻവയൺമെൻറ്റ് വിത്തിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ലേണേഴ്സിന് ഒരു സേഫ് എൻവയൺമെൻറ്റ്, ഒരു റെസ്പെക്ട്ഫുൾ എൻവയൺമെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആൻറ്റി-റാഗിംഗ് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മാൻഡേറ്ററി for all the learners to declare their commitment to not participate in ragging. റാഗിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, ഒപ്പം തന്നെ യു ആർ നോട്ട് ടു സപ്പോർട്ട് റാഗിങ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, റാഗിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതും ക്രൈമാണ്. സോ ദിസ് അഫിഡവിറ്റ് സെർവ്സ് ആസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. ഫെയിലിയർ ടു സബ്മിറ്റ് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഡിനയൽ ഓഫ് അഡ്മിഷൻ ഓർ അതർ ഡിസിപ്ലിനറി ആക്ഷൻസ്. അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മീഡിയത്തിലൂടെ ലേണേഴ്സിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഇഫ് യു ഫെയിൽ ടു സബ്മിറ്റ് ഇറ്റ് മേ റിസൾട്ട് ഇൻ ഡിനയൽ ഓഫ് അഡ്മിഷൻ ഓർ അതർ ഡിസിപ്ലിനറി ആക്ഷൻസ്. സോ എത്രയും വേഗം, സിമ്പിൾ സ്റ്റെപ്സാണ്, എത്രയും വേഗം നിങ്ങൾ ഈ ലിങ്കിൽ കയറി ഈ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട്, സിമ്പിൾ സ്റ്റെപ്പാണ്, ഇറ്റ് വിൽ ടേക്ക് ഓൺലി 5 or 10 minutes for you. So better do it as soon as possible. നമുക്കറിയാവുന്നതാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സെൻറ്റേഴ്സുകളിൽ നിന്ന് ഇതുവരെയും ഒരു സിംഗിൾ റാഗിംഗ് ഇൻസിഡൻറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആർ ലേണേഴ്സ് ആർ വെരി മെച്യൂർ ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. യെറ്റ് സിൻസ് UGC ഹാസ് മെയ്ഡ് ഇറ്റ് മാൻഡേറ്ററി, all our learners are supposed to submit this anti-ragging affidavit. ഇത് വളരെ അനിവാര്യമായ ഒരു സബ്മിഷനാണ്, ഈ ആൻറ്റി-റാഗിംഗ് അഫിഡവിറ്റ്. UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളിത് ചെയ്യേണ്ടതാണ്. സോ വി നീഡ് ടു ഫിൽ ദിസ് ഫോം. അപ്പോൾ വളരെ ലളിതമായ സ്റ്റെപ്സിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഈ ഫോം ഫിൽ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു വെബ്സൈറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ലിങ്കാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. AntiRagging.in affidavit registration disclaimer. ഈ ഒരു ലിങ്കിൽ നിങ്ങൾ കയറി you have to just click it and you will get an interface similar to this. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഇൻ്റർഫേസ് ആണ്. സോ യു ഷുഡ് ഫീൽ പ്രൗഡ്. നിങ്ങൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഈ സബ്മിഷൻ കൊടുക്കുന്നത്. സ്റ്റെപ്പ് 2, യു ഹാവ് ടു ചൂസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ നാച്ചുറലി യു ഹാവ് ടു സെലക്ട് യൂണിവേഴ്സിറ്റി ഓപ്ഷൻ. അണ്ടർടേക്കിംഗ് രജിസ്ട്രേഷൻ ഫോം ഫോർ യൂണിവേഴ്സിറ്റീസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇതിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് കംസ് പേരൻറ്റ് ഗാർഡിയൻ ഡീറ്റെയിൽസ്. അത് നിങ്ങൾ ഫിൽ ചെയ്യുക. അതിനുശേഷം യൂണിവേഴ്സിറ്റി ആൻഡ് കോഴ്സ് ഡീറ്റെയിൽസ് വരുമ്പോൾ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ഈ കാണുന്നതാണ് യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ്. യൂണിവേഴ്സിറ്റി ബിലോങ് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളയാണ്. യൂണിവേഴ്സിറ്റി നെയിം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. University code is U1130. Honorable Vice Chancellor's name is Professor Dr. Jagdiraj VP. And then University phone number കൊടുക്കുക, ലാൻഡ്ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് പ്രോഗ്രാമിൽ നിങ്ങൾ UG ആണോ PG ആണോ എന്ന് കൊടുക്കുക. നെയിം ഓഫ് പ്രോഗ്രാമിൽ നിങ്ങൾ BA ഹിന്ദി ആണെങ്കിൽ അത്, MA ഇംഗ്ലീഷ് ആണെങ്കിൽ അത്, അങ്ങനെ കൊടുക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളത്. നാച്ചുറലി നിങ്ങളുടെ എല്ലാ ക്ലാസ്മേറ്റ്സും ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാറില്ലായിരിക്കും. എന്നാലും ആ ഒരു നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ലേണേഴ്സാണ് നിങ്ങളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്.
and then your current year of study and nearest police station. Nearest police station നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നോ അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം UGC റെഗുലേഷൻസ് ആണ്. യു ഹാവ് ടു ടിക്ക് ഓൾ ദി ബോക്സസ് ബിക്കോസ് നമ്മൾ UGC റെഗുലേഷൻ പാലിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്. സോ നാച്ചുറലി വി അബൈഡ് ബൈ ഓൾ ദ റൂൾസ് ലേഡ് ഡൗൺ ബൈ UGC. ഇതിലെ എല്ലാ ബോക്സസും ടിക്ക് ചെയ്യുക. സോ നൗ വി ഹാവ് റീച്ച് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. കോൺഫിഡൻഷ്യൽ സർവേ ആണ്. നോക്കൂ, എന്ത് നല്ല കാര്യമാണ്. നാഷണൽ ലെവലിൽ ഒരു കോൺഫിഡൻഷ്യൽ സർവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. സോ വെദർ യു ഹാവ് എവർ ബീൻ റാഗ്ഡ് അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതുക. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഡിഡ് യു എവർ റാഗ് എനിബഡി? നിങ്ങൾ ആരെങ്കിലും റാഗിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും റാഗിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു നാഷണൽ ലെവലിലൊരു സർവേയാണ് നടക്കുന്നത്. സോ യു ഷുഡ് ബി പ്രൗഡ് ദാറ്റ് യു ആർ ബീയിങ് പാർട്ട് ഓഫ് ഇറ്റ്. അത് കഴിഞ്ഞ് ഈ ഒരു കോൺഫിഡൻഷ്യൽ സർവേ കഴിയുമ്പം യു ആർ സബ്മിറ്റിംഗ് ദ ഫോം. ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ആൻറ്റി-റാഗിംഗ് അഫിഡവിറ്റ് നിങ്ങൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് യു വിൽ ഗെറ്റ് എ റെഫറൻസ് നമ്പർ. ഈ റെഫറൻസ് നമ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐഡിയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന അക്നോളജ്മെൻറ്റ് മെയിൽ നിങ്ങൾ അതേപടി യൂണിവേഴ്സിറ്റിയുടെ anti-ragging@sgou.ac.in ഈ മെയിൽ ഐ ഡിയിലേക്ക് ഫോർവേഡ് ചെയ്യുക. anti-ragging@sgou.ac.in. ഓർക്കുക, ഈ ഒരു സ്റ്റെപ്പ് വളരെ കമ്പൽസറി ആണ്. ആൻറ്റി-റാഗിംഗ് അഫിഡവിറ്റ് സബ്മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊപ്പം തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ് അവരയക്കുന്ന ആ ഒരു അക്നോളജ്മെൻറ്റ് അത് യൂണിവേഴ്സിറ്റിയുടെ anti-ragging@sgou.ac.in ഫോർവേഡ് ചെയ്യുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ഈ റെഫറൻസ് നമ്പർ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നില്ല എങ്കിൽ യു ഹാവ് ടു ക്ലിക്ക് ദിസ് അണ്ടർടേക്കിംഗ് ബട്ടൺ. ഈ മൂന്നാമത് കാണുന്ന അണ്ടർടേക്കിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കാണും. യു വിൽ ഗെറ്റ് ദി അണ്ടർടേക്കിംഗ് ഡോക്യുമെൻറ്റ്. ദാറ്റ് ഈസ് അവിടെ ഈ റെഫറൻസ് നമ്പർ, നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഈ 3 ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ ആൻഡ് വെൻ യു സബ്മിറ്റ് ഇറ്റ് യു വിൽ ഗെറ്റ് യുവർ ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ anti-ragging@sgou.ac.in ഫോർവേഡ് ചെയ്യണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എൻ അക്നോളജ്മെൻറ്റ് മെയിൽ വിത്ത് എ റെഫറൻസ് നമ്പർ. ആ മെയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ anti-ragging@sgou.ac.in ഫോർവേഡ് ചെയ്യുക. ഇൻ കേസ് അങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് മെയിൽ വരുന്നില്ല എങ്കിൽ you have to use this undertaking option and there is a download option. അവിടെ നിങ്ങളുടെ റെഫറൻസ് നമ്പറും മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും രേഖപ്പെടുത്തുമ്പോൾ യു വിൽ ഗെറ്റ് യുവർ ഡോക്യുമെൻറ്റ്. ആ ഡോക്യുമെൻറ്റ് യു ഹാവ് ടു ഫോർവേഡ് ടു anti-ragging@sgou.ac.in. Okay, I hope I have made everything clear.